ഓം ശാന്തി. സെക്കൻഡിൽ സർവ്വവ്യർത്ഥ സങ്കല്പങ്ങളെയും സമാപ്തമാക്കി ദിവ്യബുദ്ധി നേത്രം സ്വയം തന്നിലേക്ക് സ്ഥിരമാക്കുന്നു. ഞാൻ മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ഒരു ദിവ്യമണിയാണ്. ഞാൻ ഒരു വിദേഹി ആത്മാവാണ്. ഈ വണ്ടർഫുൾ ഡ്രാമയിൽ 84 ജന്മങ്ങൾ വേറെ വേറെ ശരീരമെടുത്ത് ഞാൻ എൻ്റെ പാർട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങാനുള്ള സമയമാണ്. എൻ്റെ പാർട്ട് സമാപ്തമാക്കി എനിക്ക് എൻ്റെ ഒറിജിനൽ വീടായ പരമധാമത്തിലേക്ക് പോകണം. പിന്നീട് എൻ്റെ രാജ്യമായ സ്വർഗത്തിലേക്ക് വരണം. വീട്ടിലേക്ക് പോകാൻ ഞാൻ എവറെഡിയാണ്. സർവബന്ധനങ്ങളുടെ ചരടുകൾ ഇപ്പോൾ പൊട്ടിപ്പോയിരിക്കുന്നു. ഞാൻ സർവബന്ധനമുക്തമാണ്, യോഗയുക്തമാണ്. ഇപ്പോൾ ബാബയോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, സർവസംഘങ്ങളും മുറിച്ച് ഒരു സംഘം ചേർക്കുന്നു. ബാബയെ കൂടാതെ എനിക്ക് മറ്റൊന്നിലും മമത്വമില്ല. ബുദ്ധിയിലൂടെ സർവസംഘം ഒഴിവാക്കി ബുദ്ധിയോഗം കേവലം ഒരു ബാബയോട് വയ്ക്കുന്നു. ബുദ്ധിയുടെ സംഘം ഒരു ബാബയുടെ കൂടെ, ഒരു ബാബയുടെ സത്യപ്രീതി വെച്ച് ഞാൻ ഈ ദേഹത്തെയും ദേഹത്തിൻ്റെ സംബന്ധത്തെയും മറന്നിരിക്കുന്നു. സർവരുടെ കൂടെ ഇരിക്കുകയാണെങ്കിലും ഒരു വിദേഹി ബാബയുടെ സംഘത്തിലിരിക്കുന്നു. ലൗകിക സംബന്ധം പരിപാലിച്ചുകൊണ്ട് ഈ സ്മൃതിയിലിരിക്കുന്നു. ഈ സംബന്ധം എൻ്റേതല്ല, ബാബയുടേതാണ്. സർവരും ഒരു ബാബയുടെ കുട്ടികളാണ്. ബാബ ഇവരുടെ സേവയിലേക്ക് എന്നെ നിമിത്തമാക്കിയിരിക്കുന്നു. ഈ വീടും എൻ്റേതല്ല, ബാബയുടേതാണ്. ഇതെൻ്റെ സേവാസ്ഥാനമാണ്. എൻ്റേത് മുഴുവനും ബാബയുടേതാണ്. ബാബ ഈശ്വരീയ സേവാർത്ഥം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സും ബുദ്ധിയും കേവലം ഒരു ബാബയുടെ നേരെയാണ്. മനസ്സിലും ബുദ്ധിയിലും നയനങ്ങളിലും ചേതനയിലും കേവലം ഒരു ബാബ. ഹൃദയത്തിൽ വാഹ് ബാബ ഈ ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ബാബയോട് സത്യമായ പ്രീതിയാണ്. ഇപ്പോൾ ഈ പഴയ സംസാരം എനിക്ക് അസാരമായി തോന്നുന്നു. ബാബയാണ് എൻ്റെ ലോകം. ഇപ്പോൾ ബുദ്ധിയുടെ സംഘം കേവലം ഒരു ബാബയുടെ കൂടെയാണ്. സങ്കല്പത്തിലും ശ്വാസത്തിലും
ഒരു ബാബ മാത്രം. ഞാൻ സത്യമായ സംഘത്തിലിരിക്കുന്നു. ബാബയുടെ ഓർമ്മയിലിരിക്കുന്നതാണ് സത്സംഗം. സത്യമായ പിതാവിൻ്റെയും സത്യമായ അധ്യാപകൻ്റെയും സദ്ഗുരുവിൻ്റെയും സംഘത്തിലൂടെ ഞാൻ സതോപ്രധാനമാകുന്നു. നിർബല ആത്മാക്കൾ ബലവാനായി മാറുന്നു. ആത്മാവിന് ബാബയുടെ സംഘത്തിലൂടെ പവിത്രതയുടെ ബലം ലഭിക്കുന്നു. 21 ജന്മത്തേക്ക് ആത്മാവിൻ്റെ തോണി അക്കരെ എത്തുന്നു. ഞാനിപ്പോൾ സത്യമായ സംഘത്തിലിരിക്കുന്നു. പരമാത്മാ ബാബ ആരാണോ സത്യമായിട്ടുള്ളത്, ഞാൻ അവരോടൊപ്പം ഇരിക്കുന്നു. എനിക്ക് ബാബയുടെ സത്യമായ സംഘം ലഭിച്ചിരിക്കുന്നു. എത്ര സമയം ആത്മാവ് ബാബയുടെ സംഘത്തിലിരിക്കുന്നുവോ അത്രയും നേട്ടമുണ്ട്. വികർമ്മം വിനാശമാകുന്നു. ഞാൻ അച്ഛനായ ബാബയെ ഓർമ്മിക്കുന്നു. ബാബയുടെ സംഘത്തിലിരിക്കുന്നു. സത്യമായ ബാബയെ നിരന്തരം ഓർമ്മിക്കുന്നു. എൻ്റെ സംഘം സത്യമായ ബാബയോട് കൂടിയാണ്. ബാബ കൂടെയുള്ളത് കാരണം ഞാൻ സതോപ്രധാനമായി മാറുന്നു. അതിനെയാണ് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. മുഴുവൻ ഡ്രാമയിലും മുഴുവൻ പാർട്ടും ഞാൻ അഭിനയിക്കുന്നു. 84 ജന്മങ്ങളുടെ പാർട്ട് എന്നിൽ അടങ്ങിയിട്ടുണ്ട്. പുതിയ ലോകം വേഗത്തിലായിരിക്കും ഉണ്ടാവുക. അവിടെ പവിത്രതയുടെ ബലമാണ് മുഖ്യം. ആത്മാവ് എത്രത്തോളം സത്യമായ ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും ബലവാനായി മാറുന്നു. ലോകത്തിലെ ഏറ്റവും ബലവാനായ ബാബയിലൂടെ ബലം ലഭിക്കുന്നു. ബാബ ബലവാനാണ്. ഞാനും ബലവാനായി മാറുന്നു. ബാബ സർവശക്തിവാൻ എന്നതുപോലെ ഞാനും സർവശക്തിവാനാകുന്നു. കേവലം ബാബയെ ഓർമ്മിക്കുന്നു. മറ്റൊരു ബുദ്ധിമുട്ടുമില്ല. 84 ജന്മങ്ങളുടെ ചക്രം ഇപ്പോൾ പൂർണ്ണമായി. ഇപ്പോൾ മടങ്ങിപ്പോകണം. ഞാൻ യോഗബലത്തിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. സത്യമായ സംഘത്തിലൂടെ പ്രയോജനമുണ്ടാകുന്നു. ദീർഘായുസ്സും നിരോഗി ശരീരവുമായി മാറുന്നു. ഞാൻ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമാണ്. ഇത് തന്നെയാണ് ഓർമ്മയുടെ യാത്ര. ഇത് തന്നെയാണ് സ്മൃതിയിലുണ്ടാകുന്നത്. ഞാൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കറങ്ങുമ്പോഴും സത്യമായ സംഘത്തിലാണ്. ഓർമ്മിക്കുന്നില്ലെങ്കിൽ ദേഹാഭിമാനത്തിലാണ്. ഞാനിപ്പോൾ ജ്ഞാനചിതയിലിരുന്ന് ദേവതയായി മാറുന്നു. മുഴുവൻ ലോകവും കാമചിതയിലിരുന്ന് കറുത്തുപോയി.
ബാബ വന്ന് കുട്ടികളെ കറുപ്പിൽ നിന്നും വെളുത്തതാക്കുന്നു. ബാബ നിർദ്ദേശം നൽകുന്നു, ദേഹാഭിമാനം ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഇതെൻ്റെ വിദ്യാർത്ഥി ജീവിതമാണ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ടായിരിക്കണം. ഞാൻ ദേഹാഭിമാനം കൊണ്ട് താഴെ വീഴുന്നു. സത്യത്തിൻ്റെ സംഘം കൊണ്ട് കയറുകയും ചെയ്യുന്നു. ഞാൻ ദേഹവുമായി ഏത് സംഘമാണോ കിട്ടിയിട്ടുള്ളത് അതിൽ നിന്നും ഉപരാമമായി മാറുന്നു. ഞാൻ സത്യമായ സംഘത്തിലൂടെ പതിതത്തിൽ നിന്നും പാവനമായി മാറുന്നു. പിന്നീട് ശരീരവും സതോ പ്രധാനമായത് ലഭിക്കുന്നു. ആത്മാവും സതോ പ്രധാനമാകുന്നു. എത്രത്തോളം സത്യത്തിൻ്റെ സംഘം വെക്കുന്നുവോ അത്രയും സന്തോഷമുണ്ടാകും. ആരാണോ അകത്തും പുറത്തും സത്യമായിരിക്കുന്നത് ബാബയുടെ സഹായിയായി മാറുന്നത്, സർവീസിൽ തത്പരനായിരിക്കുന്നത്, അവർ ബാബയ്ക്ക് പ്രിയപ്പെട്ടവരാകുന്നു. ഞാൻ സത്യമായ സേവ ചെയ്യുന്നു. എനിക്ക് ബാബയുടെ വരദാനം കിട്ടിയിരിക്കുന്നു. ബാബയുടെ സമീപനം സമാനവുമായി ഭവിക്കൂ. ഞാൻ അവ്യഭിചാരി നിർവിഘ്ന സ്ഥിതിയിലൂടെ ഒന്നാമത്തെ ജന്മത്തിൻ്റെ പ്രാലബ്ധം പ്രാപ്തമാക്കുന്നു. ഞാൻ ബാബയുടെ കൂട്ടിനെ അഥവാ സമാനതയുടെ അനുഭവം ചെയ്ത് രാജകീയ കുലത്തിൽ ഒന്നാം ജന്മത്തിൻ്റെ സംബന്ധത്തിൽ സമീപത്ത് വരുന്നു. വിഘ്നങ്ങൾക്കുമേലെ സദാ വിജയിയായിരിക്കുന്നു. വിഘ്ന വിനാശകനായിരിക്കുന്നു. അപ്പോൾ ഒന്നാം ജന്മത്തിൽ കൂട്ടുകാരാകുന്നു. സയൻസിൻ്റെ ശക്തിയിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനം ചെയ്യൂ. ഓം ശാന്തി.